പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ, അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ബെത്സൈദ കൺവെൻഷൻ നടത്തപ്പെടുന്നു. ബഹുമാനപ്പെട്ട ധ്യാനകേന്ദ്ര ഡയറക്ടർ ഷോജി ഓലിക്കൽ അച്ഛനാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ തലേ ദിവസം തന്നെ സ്പെഷ്യൽ ബസ്സുകളൊക്കെ പിടിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തു നിന്നും ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ അട്ടപ്പാടി മലമുകളിൽ ദൈവസാന്നിധ്യം കരകവിഞ്ഞൊഴുകുന്ന ഒരു ദൈവിക ഇടപെടലിൻ്റെ സ്ഥലം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവജനത്തിന് കുളിർമഴ പോലെ പെയ്തിറങ്ങുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കൊണ്ട് അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തെ കർത്താവ് തൻ്റെ വാസസ്ഥലമാണെന്ന് ദൈവജനത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരിടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായിലച്ചനാണ് ഈ ധ്യാനകേന്ദ്രം സ്ഥാപിച്ചത്. അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് സ്ഥലം കണ്ടുപിടിച്ച് പരിശുദ്ധാത്മാവിന് വാസമുറപ്പിക്കാൻ, ദൈവജനത്തിന് ആ സ്ഥലത്ത് വന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ലഭിക്കുവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, രാവിലെ 5 മണിക്ക് പരിശുദ്ധ കുർബാന എണ്ണൊലിച്ച് വെച്ചുകൊണ്ട് ഈ മൂന്നാം വെള്ളിയാഴ്ച ഈ കൺവെൻഷന് വേണ്ട പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. തുടർന്ന് ഷെയറിങ്, അതുപോലെ ബഹുമാനപ്പെട്ട വൈദികർ, ധ്യാനകേന്ദ്ര ഡയറക്ടർ ഷോജി തന്നെ നേരത്തെ വന്നാൽ ആളുകളെ കണ്ട് അവർ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പുലർച്ചെ 5 മണി മുതൽ അവിടെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ആരാധനയിലൂടെ സമർപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബെത്സൈദ എന്ന കൺവെൻഷൻ നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം അത് കാണുന്നുണ്ട്. ബെത്സൈദ എന്ന കുളത്തിൻ്റെ കരയിൽ 38 വർഷക്കാലം തളർന്നു കിടന്ന, അതായത് എഴുന്നേൽക്കാൻ കഴിയാത്ത, പ്രഭാതത്തിൽ ആ വെള്ളം ഇളകുമ്പോൾ ആരാണോ ആദ്യം ഇറങ്ങുന്നത് അവർക്ക് സൗഖ്യം നൽകുമെന്ന് വിശ്വസിക്കുന്ന ആ കുളത്തിൻ്റെ കരയിൽ ഈ മനുഷ്യൻ, ഒരു മനുഷ്യനും സഹായിക്കാതെ, ഒരു മനുഷ്യനും ഒരു തരത്തിലും അവനെ രക്ഷിക്കാൻ കഴിയാത്ത സ്വന്തം കാര്യം നോക്കി തൻ്റെ ജീവിതത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യനെ അനാഥമായി വിട്ടു. അവൻ്റെ കരച്ചിൽ കേട്ട് ഈശോയോട് വന്നു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഇതേ ആരുമില്ലാത്തവർക്ക്, എല്ലാവരും കൈവിട്ടവർക്ക്, പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക്, രോഗത്താൽ ബന്ധിതരായവർക്ക്, കടബാധ നിറഞ്ഞവർക്ക്, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർക്ക് ഈ ബെത്സൈദ കൺവെൻഷൻ ഒരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്പെഷ്യൽ ബസ്സുകളിൽ, വാഹനങ്ങളിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ഈ കൺവെൻഷൻ സ്ഥലത്തേക്ക് വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്രദർ സൈമൺ വടക്കൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ.